വണ്ടി വിടണേ, നല്ല മഴക്കോളുണ്ട്. ഞാൻ പോയി നോക്കട്ടെ. എന്റെ എല്ലാം തെറിച്ചെടുത്തിട്ട് മോനെ കെട്ടിപ്പിടിച്ചിരിക്കണല്ലേ. ആ കൊള്ളാം, നന്നായിട്ടുണ്ട്. എടാ, നീ കടപ്പുറത്തൊക്കെ പോയി ഇങ്ങനെ ഒറ്റക്കിരിക്കണ കാര്യം തിരിക്കും. നീ സ്റ്റുഡിയോയിലോട്ടൊക്കെ പോയിട്ട് എത്ര നാളായി? നിനക്ക് എന്താണ് സ്റ്റുഡിയോയിലൊക്കെ ഒന്ന് പോയാൽ? നീ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെറുതെ എന്തിനാണ് ഈ മനസ്സിലാണ്? നീ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്ക്. പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലടാ, നീ എന്തിനാണ് വിഷമിക്കണത്? എത്ര നാളെ കണ്ടിട്ട് എന്തൊക്കെ ഉണ്ടാ സുഖമാണോ നിനക്ക്? ഹലോ, നീ നമ്മുടെ ആൻസിനെ കാണാറുണ്ടാ? അടാ, അവനെ എന്റെ ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിക്കാൻ വന്നു. എന്നിട്ട് അവന് ഈ ഗീറിടാനായിട്ട് സെക്കൻഡ് ഗിയർ ഞാൻ ഇങ്ങനെയാണെന്നിട്ട് അവന് ഇങ്ങനെ ഒരു 10-20 പ്രാവശ്യം ഞാൻ പറഞ്ഞോളാ. എനിക്ക് വേണേ വേറെ സ്കൂളുകാരെ എന്റെ സ്കൂളിൽ പൂട്ടിക്കാൻ വേണ്ടി അവനെ പറഞ്ഞു വിട്ടാന്നുണ്ട്. എടാ, നീ ആ കോളേജിൽ തുടങ്ങി ഇത് വേഗം പിടിച്ചടക്കാനുള്ള നിന്റെ സ്കെച്ച് ബുക്ക് ഇപ്പോഴും ഉണ്ടായിരുന്നു. ആ നേരിക്കണ കറുത്ത ബുക്ക് ഇതൊന്ന് പിടിച്ചേ. നീ ഇതും വലിയ കോപ്പിലെ വരക്കാരനായിരുന്നേ. പെണ്ണുങ്ങളുടെ പണം മാത്രം വരക്കണോ, നമ്മുടെ ഒന്നും വരക്കൂല. അതെ, പിന്നെയും പെണ്ണുങ്ങളൊന്നല്ല. നീ എന്താ പെണ്ണുങ്ങളെ വെള്ളത്തിൽ തള്ളിയിട്ടാ വരക്കണേ? എന്താ പേരെന്ന് പറഞ്ഞ? എന്നറിയില്ലേ? ഞാൻ പാലശ്ശേരി ഉണ്ണിക്കുട്ടൻ. എനിക്കിവിടെ ഡ്രൈവിംഗ് സ്കൂളൊക്കെ ഉണ്ട്. അത് ശരി, വന്നേ പറയട്ടെ, ഒരു കാര്യം പറയാനുണ്ട്. വന്നേ, ഇവിടെ ഉണ്ടായിരുന്നില്ലേ കുറെ നാള്? ഞാൻ സിംഗപ്പൂരായിരുന്നു. ഓ, അത് ശരി. അത് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഒന്നും അറിഞ്ഞില്ലല്ലേ? ഞാൻ കുറച്ചൊക്കെ കാര്യങ്ങൾ എന്താണ് ഉണ്ണിക്കുട്ടനൊരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്നേ വീട്ടിൽ ചെല്ലാന്നോ. ഇവിടെ കിടന്ന് കറങ്ങണ്ട. ഉടനെ പാലിശ്ശേരി പോയി ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ ഇരിക്കും. കൂട്ടുകാരൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ അറിയാം. ശരി, പടി. കുഴപ്പമൊന്നുമില്ല, സൂക്ഷിച്ചു പോവില്ലേ? നമുക്കൊന്ന് കാണണോട്ടാ. ഓക്കെ. കൂട്ടുകാരനാണത്ര, കൂട്ടുകാരൻ.
വർഷമായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്. നാട്ടുകാരുടെ പടം മൊത്തം അലക്സ് വരക്കോല, എൻ്റെ പടം മാത്രം എന്താ വരക്കാത്തത്? മറ്റുള്ളവരെ വരക്കണവരല്ല നിന്നെ വരക്കണത്. എന്റെ മനസ്സിൽ രൂപമുണ്ട്, എന്നെ തെറ്റിപ്പോന്നുള്ള പേടിയുണ്ട് നിന്നെ വരക്കാത്ത. മനസ്സിലാകല്ലേ നിനക്ക്? എനിക്കെല്ലാം മനസ്സിലാകണുണ്ട്. ചേച്ചിയുടെ ചെരുപ്പ് ആരാ ഇതറിഞ്ഞത്? നമുക്ക് പോവാം. പിടിച്ചേ. കടലിൽ ഈ സമയത്തേ നല്ല കളക്കം തരണ്ടി നല്ല പുള്ളിത്തരൻ്റെയൊക്കെ വരും. സാധനത്തിൽ പിടിക്കാൻ വേണ്ടി കുറച്ച് ചൂണ്ടക്കാർ വരും. ഇന്നലെ ചൂണ്ടയുടെ വന്നിട്ട് ചാള നടക്കെ പിടിച്ചിട്ട് കടലിലേക്ക് എറിയും. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടൂല. ആ ചൂണ്ടക്കാരിൽ ചിലവരുടെ ചൂണ്ടയിലൊത്തൊരു സാധനം കയറുള്ളൂ, ഹെവി സാധനം കയറും. ഇവനും ചൂണ്ടക്കാരൻ ഒരു വലിയ അടിച്ചിട്ടില്ലേ ചിക്കിങ്ങനെ പിടിക്കും. ഇങ്ങനെ ഒടിഞ്ഞു പക്ഷെ മണ്ണിനെ പൂണ്ടെന്ന് നോക്കിയാലും വിടൂല. വലിച്ചു വലിച്ചടിച്ച് സാധനത്തിന് ചുറ്റും കരയെ കയറി കഴിയുമ്പോൾ സ്വഭാവം കാണിക്കും. എന്നറിയാമോ, ഈ വാലിൻ്റെ അടുത്തൊരു സാധനം കൂടിയാണ് മുള്ളു. ഇങ്ങോട്ട് ഇങ്ങനെ കുത്താൻ നോക്കുമ്പോൾ ചൂണ്ടക്കാരമ്മൽ ചവിട്ടിപ്പിടിച്ചല്ലേ ആദ്യം ആ മുള്ളാൻ കൂടി. ഈ മുള്ളൊടിച്ച് തരണ്ടിനല്ല, അതിൻ്റെ ഒരു പീസ് എടുത്ത് കണ്ടവൻ്റെ കുടുംബത്തേക്കുള്ള കൊടുക്കും. ചില അമ്മമാർ നല്ല കളക്കം കറി കഴിച്ചാണ്ടല്ല, പിന്നെ ആ ടേസ്റ്റ് അവർ തുമ്പൊന്നുമില്ല. ടേസ്റ്റ് എന്നറിയാം. ശേ ബിരിയാണി നല്ല മൂടുമ്പോൾ എന്നാ കഴിക്ക്. എൻ്റെ കഴിക്കലണ്ട. അവന് കുറച്ച് വെള്ളം കൂടി കൊടുക്കും, അതിൻ്റെ തൊണ്ടയ്ക്കിട്ട്. തീർക്കലടാ, കഴിയാൻ വെള്ളൂല. ഇതെന്താണോ ഇങ്ങനെ കാണിക്കണേ? അവൻ ഫുഡ് കൊണ്ടിട്ടില്ലേ? നോക്കണ്ട തര. ഉമ്മാരെന്താ നമ്മളെ ചുറ്റിപ്പറ്റി ഇവിടെ നിൽക്കണമെന്നറിയാമോ? ഇല്ല, ഉമ്മാർക്ക് പൊടിയും വേണം, ഫുഡും വേണം. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവനെന്ത് വേണം ചെയ്യും. നമ്മളെന്തിനാണ് ഇവരെയൊക്കെ പിടിച്ച് ഇങ്ങനെ തീർക്കലെന്നറിയാമോ?
Yes, I can. Just keep going, man. Forever. പോളെടുക്ക അവൻ്റെ ഒരു ഫിലോസഫി. ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ രുചി അറിയണം. അതിപ്പോൾ ഈ ചിക്കനായാലും മനുഷ്യനായാലും. മനസ്സിലാണത്? മനസ്സിലായി. നെക്സ്റ്റ് ടൈം ഡാൻസാ ഞാൻ അതിനൊക്കെ പറഞ്ഞു വിട്ടു വിടുന്നു. ഒഴിവാക്കി വിടുന്നതിനൊക്കെ പറഞ്ഞാണ്. കൊടുക്കണ്ട വെച്ചാ നമുക്ക്. എന്താന്ന് വെച്ചാ ചേച്ചി കൊടുക്ക്. പട്ടര കൊടുത്താ ചേട്ടാ. Good members, you know? Good members.